ആ ഉറങ്ങുന്ന മനുഷ്യൻ ഇന്നെങ്കിലും ജോലിക്ക് പോയാലേ നാളെ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ദോശ കിട്ടൂ. അപ്പൊ അച്ഛൻ ജോലിക്ക് പോകാൻ ദോശയ്ക്ക് വേണ്ടിയാണല്ലേ? അച്ഛൻ ഉറങ്ങിയാൽ നമുക്ക് ചപ്പാത്തിയാവും. മനുഷ്യ ദോശ എടുത്തു വെക്കാം. ഇന്ന് ജോലിക്ക് പോയില്ല, നാളെ തൊട്ട് പട്ടിണിയാ. നില്ലടി, കുറച്ച് കിടക്കട്ടെ. മടിയൊന്നും മാറുന്നില്ലല്ലോ. ഹലോ ഫ്രണ്ട്സ്, വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്കെങ്ങനെ ഒരു AI വ്ളോഗിങ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഫാമിലി വ്ളോഗിങ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ വീഡിയോ ക്രിയേറ്റിംഗ് ആളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും കൂടെ തന്നെ നിങ്ങൾക്ക് 5-6 മിനിറ്റ് തന്നെ വീഡിയോസ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യേണ്ട പറ്റുന്നതായിരിക്കും. സോ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. നമ്മുടെ ചില ഇപ്പോൾ ഫ്രണ്ട്സിന് ചിലപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട മറക്കട്ടെ. നിങ്ങൾ അഭിപ്രായം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആക്കേണ്ട മറക്കട്ടെ. കംപ്ലീറ്റ്ലി ഫ്രീ ടൂൾസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കും എവിടെ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ChatGPT കാര്യങ്ങളൊക്കെ എടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയാണ് ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഫാമിലി വ്ളോഗാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കുറച്ച് മെമ്പേഴ്സ് കാണും, അമ്മ, അച്ഛൻ, അനിയൻ, ചേട്ടൻ, അതൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാൻ ChatGPT എടുത്തിട്ടുണ്ട്. അതിനുശേഷം എനിക്കിവിടെ ഒരു സ്റ്റോറി പ്രോംപ്റ്റ് ആവശ്യമാണ്. അത് ഫസ്റ്റ് നമുക്ക് സ്റ്റോറി വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ChatGPT ചോദിക്കുകയാണെങ്കിൽ 5 ഫാമിലി വ്ളോഗിങ് പ്രോംപ്റ്റ് AI പ്രോംപ്റ്റ് അയക്കാൻ പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വോയിസ്. ആ ഒരു വോയിസ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾ ചോദിച്ചാൽ മതി ChatGPT എനിക്ക് ഒരു 5 ഫാമിലി AI വ്ളോഗിങ് സ്റ്റോറി തരുമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അത് ChatGPT കറക്റ്റ് 5 തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാ സംഭവം സെറ്റായി തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷിൽ അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഞാനിവിടെ അടിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. I need 5 family vlogging AI story prompt. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് പറ്റും ഏകദേശം 5 സ്റ്റോറി തന്നിട്ടുണ്ട്. ഒന്ന് സൺഡേ ഫാമിലി, റെയിനി ഡേ ഫാമിലി വ്ളോഗ്. അതിന് താഴെ അതിനകത്തുള്ള ഉള്ളടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുന്നത് എ ക്യൂട്ട് ഫാമിലി വേക്സ് അപ്പ് ലേറ്റ് ഓൺ സൺഡേ, ഡാഡ് റൈസ് മേക്ക് ദോശ, മം റെക്കോർഡ്സ് ദ വ്ളോഗ്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇവിടെ എന്തുകൊണ്ട് ദോശയും കാര്യങ്ങളൊന്നും. കാരണം ഞാനിവിടെ ഓൾറെഡി കുറച്ച് AI മുമ്പ് ടിപ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി മലയാളത്തിലാണ് ചോദിച്ചത്. അപ്പോൾ ChatGPTക്ക് എന്നെ അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളം തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം വേണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ചോദിക്കാം. ഞാനിവിടെ വീഡിയോ ആണ് ക്രിയേറ്റ് ആക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ ഗൂഗിൾ ഫ്ലോ യൂസ് ക്രിയേറ്റ് ആക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സെക്കൻഡിലെ വീഡിയോ ക്രിയേറ്റ് ആക്കാൻ പറ്റും, പക്ഷേ അക്കൗണ്ടുകളൊക്കെ മാറ്റി ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡിലെ വീഡിയോകളൊക്കെ നിങ്ങൾ എക്സാമ്പിളായിട്ട് ക്രിയേറ്റ് ആയി കാണിച്ചു തരാം. അപ്പോൾ ഇതേ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇതേ മെത്തേഡുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതിനുശേഷം ഞാനിവിടെ സെലക്ട് ചെയ്ത ആ ഒരു സ്റ്റോറി ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം സെൻഡ് മീ 20 സെക്കൻഡ് സ്റ്റോറി. ഓക്കെ, 20 സെക്കൻഡ് സ്റ്റോറി. അതിനുശേഷം നമ്മൾ അടിക്കുകയാണ് 1 by 1. ഓക്കെ, 1 by 1. അതിനുശേഷം 10 ഇങ്ങനെ 10. ഓക്കെ, ഇത് മാത്രം മതി. അപ്പോൾ ഇതൊക്കെ തരുന്നതായിരിക്കും. ഞാൻ സെൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റോറി നമുക്ക് തരുന്നതായിരിക്കും. ഡയലോഗും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഡയലോഗ് എന്ന് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്നത് അമ്മയും അച്ഛനും അതുപോലെ ഡോക്ടറുമാണ്. ഓക്കെ, അമ്മ, അച്ഛൻ, മോള് വരുന്നുണ്ട്. ഇത്ര മാത്രമേ വരുന്നുള്ളൂ. രണ്ടാമത്തെ വരുന്നത് അതുപോലെ തന്നെയാണ് അച്ഛനും അമ്മയും മാത്രം വരുന്നുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. സ്റ്റോറി കിട്ടിയ ശേഷം നമ്മൾ പഴയ എന്താണ് ചെയ്യുന്നത്, നമുക്ക് അവതാർ വേണം. അതായത് ഇപ്പോൾ 2 വീഡിയോ നമ്മൾ ക്രിയേറ്റ് ആക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ആക്കുമ്പോഴത്തേക്ക് എല്ലാ അച്ഛനും അമ്മയും മോളെ കിട്ടും. വീണ്ടും നമ്മൾ ക്രിയേറ്റ് ആക്കുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും മോളും കിട്ടും, പക്ഷേ വേറെ ഫേസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഫേസും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ നമുക്ക് ഫേസ് ക്രിയേറ്റ് ആക്കണം. അതായത് അവരുടെ അവതാർ ക്രിയേറ്റ് ആക്കണം. നീഡ് അവതാർ പ്രോംപ്റ്റ്. ഓക്കെ, അവതാർ പ്രോംപ്റ്റ് എന്ന് അടിക്കുക. അവതാർ പ്രോംപ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് ChatGPT ഇതിനകത്ത് ഏതൊക്കെ അവതാർ ഉണ്ട് ആ ഒരു അവതാറിൻ്റെ പ്രോംപ്റ്റുകൾ തരുന്നതായിരിക്കും. ഇത് ഫാദറിൻ്റെ അവതാർ, ഇത് മദറിൻ്റെ അവതാർ, ഇത് ഡോട്ടറിൻ്റെ അവതാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാദറിൻ്റെ അവതാർ ഒന്ന് കോപ്പി ചെയ്യുക, ദെൻ ബാക്ക് അടിക്കുക. അതിനുശേഷം നിങ്ങൾ ക്രോം എടുത്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ ഫ്ലോ അല്ലെങ്കിൽ ഗൂഗിൾ ലാബ്സ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് സംഭവം. ഗൂഗിൾ ലാബ്സ് സെർച്ച് ചെയ്താലും ഗൂഗിൾ ഫ്ലോ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലോഗോ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇതാ ഇങ്ങനത്തെ ലോഗങ്ങളെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. നൈസായിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഗൂഗിൾ അക്കൗണ്ടുകളെ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ഫ്ലോ മ്യൂസിക് എന്നാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് മാറുന്നതായിരിക്കും. ഓക്കെ, അപ്പോഴത്തേക്ക് ഗൂഗിൾ ഫ്ലോ വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ കാണാൻ റൈറ്റ് നൗ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗൂഗിൾ അക്കൗണ്ടുകളൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് ഇവിടെ സൈനപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഓരോ ഗൂഗിൾ അക്കൗണ്ടും ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡെയിലിയും കാര്യങ്ങളൊക്കെ റീസെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കാണാൻ പറ്റും ന്യൂ പ്രൊജക്റ്റ്. ജസ്റ്റ് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് ഇവിടെ എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. വീഡിയോ കണക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ വീഡിയോ ആയിട്ട് വന്ന് കിടക്കുന്നത് ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേക്ക് നിങ്ങൾക്ക് ഇമേജ് കാണാൻ പറ്റും. ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
പിന്നെ നമ്മൾ വീഡിയോ ആണ് ക്രിയേറ്റ് ആയിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ റേഷ്യോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇമേജിൻ്റെ റേഷ്യോ വരുന്നത് ജസ്റ്റ് വെയിറ്റ് ആക്കി ChatGPT വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇമേജിൻ്റെ റേഷ്യോ നോക്കാം. ഇമേജിൻ്റെ റേഷ്യോ 16 ആണോ അല്ലെങ്കിൽ 9:16 ആണോ നമുക്ക് നോക്കാം. ഇവിടെ വരുന്നത് 9:16 റേഷ്യോ കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ഫേസ് കിട്ടിയാൽ പോലെ. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫാദറിൻ്റെ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് ബാക്ക് അടിക്കുക. അതിനുശേഷം വന്നിട്ടുണ്ട്. പിന്നെ റേഷ്യോ കളർ സെറ്റായി കൊടുക്കുക. ഓക്കെ, 9:16 ആണ്. ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 16 റേഷ്യോ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത ശേഷം മാറ്റിയാൽ മതി. ഓക്കെ, ഞാൻ സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശതമാനം ഓപ്ഷൻ കാണാൻ പറ്റും, അതായത് പെർസെൻറ്റേജ് കാണാൻ പറ്റും. ആ 100% ആകുമ്പോഴത്തേക്ക് ഇത് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് ചാനൽസ് യൂട്യൂബിലുണ്ട്. മലയാളത്തിലൊക്കെ വളരെ കോമ്പറ്റീഷൻ കുറവാണ്. കാരണം എനിക്ക് അറിഞ്ഞൂടാ, ഈ മലയാളത്തിലൊക്കെ AI ചാനലും അതുപോലെ AI വ്ളോഗിങ് ചാനലും വീഡിയോസുകളൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മോണിറ്റൈസ് ചെയ്ത് നല്ല രീതിക്ക് റവന്യൂ ഉണ്ടാകുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അവരെയൊക്കെ നോക്കി കോപ്പി ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, എല്ലാ വീഡിയോ അല്ല, അവരുടെ ഫോർമാറ്റ് എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഐഡിയകളൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കേരള സ്റ്റൈലുള്ള ഒരു ഡാഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എടുക്കാം. അടുത്തത് മദറാണ്. ഓക്കെ, അമ്മയാണ്. അമ്മയാണെന്ന് കറക്റ്റ് ഇതുപോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്രെഡിറ്റ് പോകാനില്ല, 0 ക്രെഡിറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതേപോലെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നിങ്ങൾ ഒത്തുചേരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഇറർ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വൈഫൈയും കാറിലൊക്കെ ഉണ്ടെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഓരോ നേരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ഇററും കൂടാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, നമുക്കിവിടെ വരുന്നത് അമ്മയും അച്ഛനും അതുപോലെ തന്നെ ആ ഒരു മോളുമാണ്. സോ നമുക്ക് 3 വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ഞെക്കി പിടിക്കുക, 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ഡൗൺലോഡ് പ്രൊജക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഈ 3 ഫോട്ടോ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ എക്സ്ട്രാറ്റും കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് പിക്ചർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകാനുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ എന്തിനാണ് ഈ ഒരു പിക്ചർ കിട്ടുന്നത് അറിയാമല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടേഴ്സ് മാറാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് കൺസ്റ്റന്റ് ക്യാരക്ടർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു പിക്ചറുകളെ ജനറേറ്റ് ആക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വീഡിയോ ജനറേറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു നാനോമാനാണ് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ചാൽ വീഡിയോ ഓപ്ഷനിലേക്ക് പോവുക, റേഷ്യോ ഒന്ന് ചേഞ്ച് ആയി കൊടുക്കുക. അല്ല ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് കുഴപ്പമില്ല, വീഡിയോ ആണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഏതൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം നമ്മുടെ ആ ഒരു വീഡിയോ, അതായത് നമ്മുടെ പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ആ പ്രോംപ്റ്റ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് വീഡിയോ പ്രോംപ്റ്റ് ആണോ ഷോർട്സ് പ്രോംപ്റ്റ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം നമുക്ക് ആ ഒരു സ്റ്റോറി എടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റേഷ്യോ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, റേഷ്യോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 9:16 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. മാറ്റി തന്നെ 16:9 റേഷ്യോ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾ ഇതേ സെയിം മെത്തേഡ് തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡയലോഗ് വരുന്നത് അമ്മയാണ്, സെക്കൻഡ് അച്ഛൻ വരുന്നുണ്ട്. ഫസ്റ്റ് അമ്മ വരുന്നുണ്ട്, സെക്കൻഡ് ഡോട്ടർ, തേർഡ് അച്ഛൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശേഷം വീഡിയോ ക്രിയേറ്റ് ആകാനായിട്ട് ഫസ്റ്റ് ആടെയാക്കാനുള്ളത് നമ്മൾ അമ്മയാണ്. ഇത് നിങ്ങൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല, പക്ഷേ എന്താണ് കറക്റ്റ് ആ ഒരു ഫോർമാറ്റ് ഇടാൻ വേണ്ടി മാത്രമാണ്. അമ്മ ആടാക്കിയിട്ടുണ്ട്. സെക്കൻഡ് നമ്മുടെ ആ ഒരു ഡോട്ടറാണ്. ഓക്കെ, ഒരു മോളെ ആടാക്കിയിട്ടുണ്ട്. തേർഡ് നമ്മുടെ അച്ഛനാണ്, അച്ഛനെ നമ്മൾ ആടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കറക്റ്റ് ആണ് എന്നൂടെ നോക്കുക. ഈ ഒരു ഫസ്റ്റത്തെ ആ ഒരു പ്രോംപ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക, ദെൻ സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ പ്രോംപ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇറർ ആവുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ChatGPT ചോദിക്കുക, എൻ്റെ പ്രോംപ്റ്റിൽ ഇറർ ആണ് എന്ന് ചോദിക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വീണ്ടും ഒരു പ്രോംപ്റ്റ് തരുന്നതായിരിക്കും, നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും പക്ഷേ 10% ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ഈ 2 വീഡിയോയും ക്രിയേറ്റ് ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടും സെയിം മെത്തേഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ക്രിയേറ്റ് ആക്കാം. ഇത് ക്രിയേറ്റ് ആയതിനു ശേഷം സെയിം മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ആദ്യത്തെ പ്രോംപ്റ്റ് കൊടുക്കുക, അതിനുശേഷം പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുക, ദെൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ ടൈം പോകും, അതുകൊണ്ടാണ് ഞാൻ 2 മൊത്തം കാണിച്ചിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 2 വീഡിയോയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ 2ലും ആദ്യം നമുക്ക് ശരിയായിട്ടുണ്ട്, വേറെ ചേഞ്ച് കാണുന്ന വന്നിട്ടില്ല. ആദ്യത്തോടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു അമ്മ വ്ളോഗ് ചെയ്യാണ്. ഓക്കെ, ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അച്ഛാ, എനിക്ക് ദോശ വേണം. അച്ഛൻ ഉണ്ടാക്കി തരാം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇതാണ്, സെക്കൻഡ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ട് അച്ഛന്റെ ദോശ? അച്ഛന്റെ സ്പെഷ്യൽ ദോശ. അടുത്ത ഞായറാഴ്ച ശരിയാക്കാം. സോ ഇതൊരു ഞായറാഴ്ച കുടുംബ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ അങ്ങനെ വേറെ സംഭവമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലോങ് വീഡിയോ ക്രിയേറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ടൂൾ ഉണ്ടെങ്കിൽ അത്രയും നല്ല കാണുന്ന ക്രെഡിറ്റ് ഇത്ര കിട്ടുമോ അത്ര കിട്ടുമോ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ലോങ് വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടുകളൊക്കെ മാറ്റി ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന 50 ക്രെഡിറ്റ് ആണ്, ഒരു വീഡിയോയ്ക്ക് ഇവർ എടുക്കുന്നത് 15 ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ 15, 15, 15 ഏകദേശം നമുക്ക് 30 സെക്കൻഡുള്ള 3 വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വീഡിയോയ്ക്ക് 10 സെക്കൻഡ് വെച്ച് 3 വീഡിയോ 30 സെക്കൻഡ്.
കണ്ടന്റ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നേരത്തെ നെക്കി പിടിക്കുക, അതിനുശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് പ്രൊജക്റ്റ് പോവുക, അതിനുശേഷം ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ടൂളാണ് ആ ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് എന്താണ് ആഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ വെച്ചാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഒരുപാട് ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ നമുക്ക് AI വീഡിയോസിനുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ നോക്കിങ്ങളാക്കുക ആ ഒരു ക്രൈറ്റീരിയസ് ഫോളോ ചെയ്തൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ എനേബിൾ ആക്കാൻ പറ്റുന്നതായിരിക്കും. ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിങ്ങനെ ഫാമിലി വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ എനിക്ക് 1-2 സജഷൻ വന്നുകൊണ്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരുപാട് പേര് വന്നിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനൊക്കെ നമ്മൾ ക്യാരക്ടറും അതുപോലെ തന്നെ ആ ഒരു ഡയലോഗും അത്ര ശ്രദ്ധിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. കൺസിസ്റ്റന്റ് ക്യാരക്ടർ കിട്ടാനായിട്ടായാലും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ എത്ര എണ്ണം അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇത്രയും ഫ്രണ്ട്സ് ആരെ വീഡിയോ കണ്ടു ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോകളൊക്കെ റീച്ച് ആവാൻ അല്ലെങ്കിൽ സജസ്റ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പ് പോയിന്റ്സ് സഹായിക്കുക. ഹൈപ്പ് നിങ്ങൾക്ക് തരാണ്ട് പറ്റുന്നതായിരിക്കും. ഹൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനെങ്കിലും ഈ വീഡിയോ റെക്കമെൻഡ് പോകുന്നതായിരിക്കും. പിന്നെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. കമൻറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്ത ടൂളും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫ്ലോയും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ ആപ്സിന് അടിച്ചാൽ സെയിം ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് YT ക്രിയേറ്റ് വെച്ച് ഇതുപോലത്തെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. YT ക്രിയേറ്റ് വെച്ച് നമുക്ക് വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും ഷോർട്സും നമ്മുടെ ഈ ഒരു ഗൂഗിൾ ഫ്ലോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൽ മികച്ച അടുത്ത വീണ്ടും വരെ സീ ഗൈസ്.